ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് 2 ഭാഗങ്ങളായിട്ട് 2 വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് പല ആളുകളും തങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ച് കരുതി പോന്ന ചില ബിംബങ്ങൾ ഉടഞ്ഞു വീഴുന്നു എന്ന് തോന്നിയിട്ട് പല തരത്തിലുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ ഭീഷണികളും ഒക്കെയായിട്ട് ആ വീഡിയോയെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലരുമായുള്ള ചർച്ചകളിലായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്രയധികം മറ്റൊരു വീഡിയോക്കുമില്ലാത്ത വണ്ണം ചർച്ച ചെയ്യപ്പെട്ടത് എന്താണെന്ന് ഞാൻ ഒരു വേള ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായത്. കാരണം ചില കാര്യങ്ങൾ നിലനിൽക്കുന്ന ബേസ് ഉണ്ടാവും. ആ ബേസിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സംശയം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും കാര്യങ്ങൾ ചർച്ചക്കെടുക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് അതിലെ ശരി തെറ്റുകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ ഹാലിളകുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മതത്തിൻ്റെ കാര്യത്തിൽ സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ സമ്മാനിച്ചപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി ബാക്കിയുള്ള ചരിത്രവും കൂടി ഇത്തരത്തിൽ പഠനവിധേയമാക്കി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ളത്. അതിന് ഒരു പ്രചോദനം നൽകിയത് പല ആളുകളുടെയും കമൻറ്റുകളാണ്. ഞാനത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കൊന്നുമല്ല. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തേത്, ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം നമ്മൾ വിശദീകരിച്ചു കൊടുത്ത് ഒരുപാട് ദുർവ്യാഖ്യാനിക്കുന്ന തരത്തിലാണ് താങ്കൾ അവതരിപ്പിച്ചത് എന്ന് പല ആളുകളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ അറിയിക്കുകയുണ്ടായി. ഞാൻ അവരോടൊക്കെ തിരിച്ചു ചോദിച്ചു, താങ്കൾക്ക് ദുർവ്യാഖ്യാനമായി തോന്നിയ സെൻറ്റൻസ് ഏതാണോ, അത് എത്രാമത്തെ മിനിറ്റിലാണെങ്കിൽ ആ സമയം അത് പറഞ്ഞുകൊണ്ട് അത് മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ അറിയിച്ചാൽ തീർച്ചയായും ആ ഭാഗം ഒന്നുകൂടെ പരിശോധിച്ച് അതിൽ ഏതെങ്കിലും നിലക്ക് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യമായി മറ്റൊരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അത് ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്ന് അവരെ ഞാൻ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അത് ഏത് ഭാഗമാണെന്നോ ഏതാണ് സെൻറ്റൻസ് എന്നോ പറയാൻ അവർ പിന്നീട് തയ്യാറായില്ല. പിന്നീടും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതവർഗം ഈ വിഷയങ്ങളെ ഇത്രയും കാലമായി പാവം വിശ്വാസികൾക്ക് മുമ്പിൽ എങ്ങനെ അവതരിപ്പിച്ചു എന്നും അത് കേട്ട് വിശ്വാസി സമൂഹം ഇതിനെയൊക്കെ ഏത് നിലക്കാണ് മനസ്സിലാക്കി പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ട് നടന്നത് എന്നതൊക്കെ ഏകദേശം കൃത്യമായൊരു ധാരണ ഞാൻ അറിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ മുതിർന്നത്. നമ്മൾ മദ്രസകളിൽ നിന്നും അതുപോലെ തന്നെ വാള് പ്രഭാഷണങ്ങളിൽ നിന്നും കേട്ട പല കാര്യങ്ങളും ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ഗ്രന്ഥങ്ങളിലുള്ളത് അങ്ങനെയല്ല. ഇതെൻ്റെ പ്രിയപ്പെട്ടവരോട് വെറുതെ ഞാൻ എൻ്റെ വായ കൊണ്ടൊരു വാക്ക് പറയുന്നതല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ പറയുന്ന ഗ്രന്ഥത്തിലുള്ളതാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം ചെയ്തപ്പോൾ ഞാൻ അത് കോട്ട് ചെയ്ത് സംസാരിച്ച ഗ്രന്ഥം ഏതാണെന്ന് ഞാൻ കൃത്യമായി ആ പാർട്ട് 1 വീഡിയോയിൽ ആ ബുക്ക് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം ആ ഒരു ഗ്രന്ഥത്തെ ചരിത്രത്തിൻ്റെ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ആളുകൾ തന്നെ ഇന്ന് ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്കുണ്ടായൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇത്രയും കാലം ഒരു ചരിത്ര ഗ്രന്ഥമായി റെസ്പെക്റ്റോട് കൂടി റെഫറൻസിന് ഉപയോഗിച്ച ആളുകൾ ആ ഗ്രന്ഥത്തിൻ്റെ വാല്യൂയെ ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലെ കോട്ടിങ്സ് ആണോ പരിശുദ്ധമായ ഇസ്ലാമിനെ വിശദീകരിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ഇത്രയും കാലം റെസ്പെക്റ്റോട് കൂടെ കണ്ടിരുന്ന മഹാരഥന്മാരായ കേരളക്കരയിലെ പണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥത്തെ ആ ഗ്രന്ഥത്തിൽ ഇന്നതാണുള്ളതെന്ന് പറയുക വഴി അത് ബോധ്യപ്പെട്ടപ്പോൾ ആ ഗ്രന്ഥകർത്താക്കളെയും ആ ഗ്രന്ഥത്തെയും വലിച്ചെറിയുന്ന ഒരു ദയനീയ രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം?
ഇത്രയും കാലമായിട്ട് ഗ്രന്ഥങ്ങളിലുള്ളതെന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിശേഷ ബുദ്ധി വെച്ച് നിങ്ങൾ ചിന്തിക്കൂ എന്നാണ് ഞാൻ എല്ലാ വീഡിയോകളിലും നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇതൊരു കളി തമാശയല്ല. നമ്മളുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മക്കളെക്കാളും ഈ ഭൂമിയിലെ നമുക്ക് പ്രിയപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കാളും പ്രിയപ്പെട്ടതായി കരുതുന്ന ഇസ്ലാമും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ഇത്തരത്തിലാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ വിളിച്ച് പറയുമ്പോൾ അത് ശരിയാണോ എന്ന് പരിശോധിക്കുകയല്ലേ ഒരല്പം മാനേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ആ ഗ്രന്ഥത്തെ തന്നെ തള്ളുക എന്ന് പറയുമ്പോൾ, കുറച്ച് മുമ്പ് വരെ ഗ്രന്ഥത്തെ തള്ളുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. ആ ഗ്രന്ഥത്തിലുള്ളത് ഇത് സംസാരിച്ച വ്യക്തി, ഇപ്പോൾ ഞാനാണ് സംസാരിച്ചെങ്കിൽ ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഗ്രന്ഥത്തിലുള്ളത് അതൊക്കെ തന്നെയാണ്. അതിനെ നിഷേധിക്കാനും തയ്യാറല്ല. കാരണം അത് വളരെ സിമ്പിളായിട്ട് പലരും അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ അങ്ങനെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്നു എന്നും അവരത് ഉൾക്കൊള്ളുന്നു എന്നും ഒക്കെ കണ്ടപ്പോൾ ഗ്രന്ഥത്തിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇല്ല എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഗ്രന്ഥത്തിലില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ആ ഗ്രന്ഥം എടുത്തുകൊണ്ട് കാണിക്കും, ആ ഗ്രന്ഥത്തിൽ നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ ഉത്തരം മുട്ടുന്നൊരവസ്ഥ. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഗ്രന്ഥത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, അത് ആരെങ്കിലുമൊക്കെ എഴുതിയ ഗ്രന്ഥത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ വായിച്ചിട്ട് അതാണ് ശരിയെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? നമ്മൾ വിശ്വസിക്കേണ്ടത് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളുമാണ്, അല്ലാതെ ചരിത്ര ഗ്രന്ഥങ്ങളൊന്നുമല്ല. അങ്ങനെ ഗ്രന്ഥങ്ങളിൽ പലർക്കും തോന്നിയത് എഴുതിയിട്ടുണ്ടാകുമെന്നാണ്. ഇത്രയും കാലഘട്ടം ആ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ ആളുകൾ ആ ഗ്രന്ഥങ്ങളിൽ ഇന്നതാണുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഗ്രന്ഥങ്ങളെ തള്ളുന്നൊരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട്, സുന്നി മുജാഹിദ് ജമാഅത്ത് ഇതൊക്കെ നിങ്ങൾ മാറ്റിവെക്ക്. നിങ്ങളൊരു മുഅ്മിനാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സുന്നിയോ മുജാഹിദോ ജമാഅത്തോ എന്തും നിങ്ങൾ അയക്കോ, പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള തഫ്സീറില്ലേ, ഇപ്പോൾ സുന്നികളാണെങ്കിൽ നിങ്ങൾ കൂറ്റനാടിൻ്റെ ആരാണോ തഫ്സീറുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ആ തഫ്സീറുകളെങ്കിലും നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മതി. മുജാഹിദുകൾ അമാന് മൗലവിയുടെ തഫ്സീർ പഠിക്കാൻ ശ്രമിക്കുക. ജമാഅത്ത് ഇസ്ലാമിക്കാർ മൗദൂദിയുടെ തഫ്സീർ, ആ കയ്യിലുള്ള അവരവർ ഫോളോ ചെയ്യുന്ന തഫ്സീറെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത വളരെ ക്ലിയറായിട്ട് ഞാൻ അന്നേരമൊക്കെ ആലോചിക്കുന്നത്, എന്തിനാണ് ഒരു പ്രൊഫസറായ ഇദ്ദേഹം ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്നത് എന്നാണ്. അദ്ദേഹം ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, താങ്കളുടെ കയ്യിലുള്ള തഫ്സീറും താങ്കളുടെ കയ്യിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളും ഒക്കെ ഒന്ന് നിഷ്പക്ഷമായി നിഷ്കളങ്കമായി ഒന്ന് പഠിക്കാൻ ശ്രമിക്കൂ. ആരെങ്കിലും പറയുന്നത് കേട്ട് താങ്കൾ ഇസ്ലാമിനെ മനസ്സിലാക്കണ്ട. നമ്മൾക്ക് ഓരോരുത്തർക്കും വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള കഴിവില്ലേ, എഡ്യൂക്കേറ്റഡ് അല്ലേ? നമ്മളൊന്ന് പഠിച്ചാൽ എന്താ പ്രിയപ്പെട്ടവരെ? അതൊന്ന് വായിച്ചു അതിൻ്റെ സത്യം മനസ്സിലാക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? നമ്മൾ ഈ ഭീഷണിപ്പെടുത്തലും നമ്മൾ തെറിവിളിക്കലൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു പൊതുസമൂഹമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, മുസ്ലിങ്ങളെ, നിങ്ങളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ തെറി വിളിക്കുമ്പോൾ വൈജ്ഞാനികമായിട്ടൊരാൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിന് വൈജ്ഞാനികമായിട്ട് അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ അതിന് തെറ്റാണെന്ന് സമർത്ഥിക്കുന്ന തരത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത്? അതിനു പകരം അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ആ വീഡിയോ ചെയ്ത വ്യക്തിയെ തെറി വിളിക്കാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ മുതിരുമ്പോൾ ഇതാരുടെ അക്കൗണ്ടിലാണ് വരവെക്കപ്പെടുന്നത്? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളായ വ്യക്തികളെ വളരെയധികം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും, എല്ലാ മതത്തിലുള്ളവരെയും, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂതനെന്നോ മറ്റേ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ അങ്ങനെ ഒരു വ്യത്യാസവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇല്ല. മുമ്പ് ഞാൻ മുജാഹിദായിരുന്ന കാലഘട്ടത്തിൽ മുജാഹിദുകൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ
റസൂല് പഠിപ്പിച്ച അതുപോലെ ഫോളോ ചെയ്യുന്ന ആൾ എന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ ഒരു മനുഷ്യനായാണ് ജീവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അഖിലാണ്ട പ്രപഞ്ചത്തിന് ഒരു ശക്തി, അതിനെ സംരക്ഷിച്ച് പോരുന്ന, അതിനെ നിലനിർത്തുന്ന ഒരു അൾട്ടിമേറ്റ് സൂപ്പർ പവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ ദൈവമെന്നും അറബിയിൽ അള്ളാഹ് എന്നും വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇനി വേറെന്തെങ്കിലും ഭാഷകളിൽ വേറെന്തെങ്കിലും പേരുകൾ വിളിച്ചോ, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കാനും അങ്ങനെ ഇല്ലെന്ന് വിശ്വസിക്കാനും നമ്മുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ദൈവത്തെ വിശ്വസിക്കുന്നത്? ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ വിശ്വസിക്കുന്നത്? ഭൂരിഭാഗം ആളുകളും വിശ്വാസം എന്ന ഒരു നിലക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നു. ബോധ്യം, അങ്ങനെ ഒരു ബോധ്യ തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അവരുടെ മാത്രം ബോധ്യമാണ്. എല്ലാവർക്കും ആ ഒരു ബോധ്യവും എല്ലാവർക്കും ആ ഒരു വിശ്വാസവും ഉണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ഒരാൾക്ക് ദൈവമില്ല എന്ന ബോധ്യമാണുള്ളതെങ്കിൽ അയാൾ അങ്ങനെ ജീവിച്ചോട്ടെ. നമ്മൾ എന്തിനതിനെ അസ്വസ്ഥതപ്പെടണം? നമ്മൾ എന്തിന് അയാളുടെ കയ്യും കാലും മുറിക്കാനായിട്ട് അൽ ജിഹാദു ഫീ സബീലില്ല എന്നും പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ഈ മതങ്ങളും ഈ ദൈവസങ്കല്പമൊക്കെ എന്തിനാണെന്ന് ഒരു വേള നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴേ നമുക്ക് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഭൗതികപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിച്ചു. ഈ ദുനിയാവിൽ കിട്ടാവുന്ന സകലതും നമ്മൾ ഉപയോഗിച്ചു. പക്ഷേ എന്നിട്ടും ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ നമ്മൾ നിൽക്കുന്നു എന്ന് കരുതുക. നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞ മനുഷ്യന്മാരല്ല. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടാവും. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികപരമായ എല്ലാ വാതിലുകളും അടഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. ഇനി അപ്പുറത്ത് ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ കഴിവുകൾക്കപ്പുറത്ത് ഒരു ശക്തിയുണ്ടെങ്കിൽ ആ ശക്തി നമ്മളെ സഹായിച്ചോട്ടെ എന്ന് കരുതി ഒരു വിശ്വാസി ദൈവമേ എന്നെ നീ സഹായിക്കണേ, എന്നെ നീ കൈവെടിയല്ലേ എന്ന് കരളുരകി കണ്ണ് നനഞ്ഞ് ഒരാൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു ദൈവനിഷേധിയായ ഒരാൾക്ക് ഒരു പരാതിയുമില്ല. അയാൾക്ക് ദൈവനിഷേധിയായ ഒരാൾക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയോട് ഒരു പരിഭവവുമില്ല, ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഇല്ല. എന്നാൽ ഇങ്ങനെ വിശ്വസിക്കുന്ന പല വിശ്വാസികൾക്കും ദൈവനിഷേധികളോട്, ദൈവമില്ല എന്ന് പറയുന്ന വാദിക്കുന്ന അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുകളോട് പകയും വിദ്വേഷവും വൈരാഗ്യവുമില്ലേ? ദേഷ്യമില്ലേ? അവരോട് അവരെ ഏതെങ്കിലും നിലക്ക് ഇല്ലാണ്ടാക്കണം എന്ന് വരെ ചിന്തിക്കുന്ന മതഭ്രാന്തന്മാരില്ലേ? ഇത് കൃത്യമായി മനസ്സിലാക്കി അത്തരം മതഭ്രാന്തകൾ ഉപേക്ഷിക്കണം. നമ്മൾ ഈ ചാനലിലൂടെ ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ്. മനുഷ്യത്വമാണ് പ്രധാനം, തൗഹീദല്ല, മതമല്ല, ദൈവവിശ്വാസം പോലുമല്ല. ദൈവവിശ്വാസം എന്ന് പറയുന്നത് തികച്ചും പേഴ്സണലായ സ്വകാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവവിശ്വാസം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. എനിക്ക് വേണമെങ്കിൽ അത് ഏതെങ്കിലും നിലക്ക് പറയാമെന്നതല്ലാതെ ഞാൻ മനസ്സിലാക്കുന്ന ദൈവസങ്കല്പം അല്ലെങ്കിൽ ഞാനും ദൈവവും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് വാക്കുകളിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ 100% ഒരിക്കലും സാധ്യമല്ല. ഏതൊരാളുടെ ദൈവവിശ്വാസവും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഭൗതികമായി തെളിയിക്കാനോ ബോധ്യപ്പെടുത്താനോ കഴിയാത്ത ഒരു കാര്യത്തിൽ എന്തിനാണ് ഈ തർക്കിച്ച് കാലം കഴിക്കുന്നത്? കൺമുമ്പിലെ ഭൗതികപരമായി നമുക്ക് ആയിരക്കണക്കിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഇഞ്ചിഞ്ചായ ആളുകൾ പട്ടിണി മൂലമോ അല്ലാതെയുള്ള പരീക്ഷണങ്ങൾ കൊണ്ടൊക്കെ ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോഴും അറിയുമ്പോഴും ഭൗതികപരമായി ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത, യാതൊരു വിധത്തിലുള്ള തെളിവുമില്ലാത്ത, അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഒരു കാലത്തും കഴിയാത്ത കാര്യങ്ങളിൽ തർക്കിച്ച് സമയം കളയരുത് എന്നും മനുഷ്യത്വത്തിലൂതി കരുണയും സ്നേഹവും സഹാനുഭൂതിയും സഹവർത്തിത്വവും ജാതി മത രാഷ്ട്രീയ ലിംഗ വ്യത്യാസമില്ലാതെ
എല്ലാവരെയും ഒന്നായി സ്വീകരിക്കാനും പരിഗണിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ആദർശം ജനങ്ങളിലേക്ക് പകർന്നു നൽകലാണ് നമ്മളുടെ ഈ ചാനലിൻ്റെ ലക്ഷ്യം. വിമർശിക്കപ്പെടേണ്ടത് മതമാണെങ്കിൽ അത് വിമർശിക്കണമെന്ന് അറിയുന്നത് കൊണ്ട്, ബോധ്യമുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ വിമർശിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച മുസ്ലിമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ്. അത് തികച്ചും എൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ പോലും ദൈവത്തെ നിഷേധിക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ആത്മാർത്ഥരായ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് എൻ്റേതായ നിലക്ക് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പണ്ഡിതന്മാരോട്, അന്ന് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പണ്ഡിതന്മാരോട് ഏതൊരു നിലക്കാണ് ആത്മബന്ധം പുലർത്തിയത്, സ്നേഹബന്ധം പുലർത്തിയത്, ബഹുമാനവും പരിഗണനയും ഒക്കെ നൽകിയത്, അതുപോലെ തന്നെ ഇന്ന് എൻ്റെ ചുറ്റിലുമുള്ള നിരീശ്വരവാദികളായിട്ടുള്ള, യുക്തിവാദികളായിട്ടുള്ള നല്ല മനുഷ്യരുമായി ഞാൻ സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്. അവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ തിരിച്ച് എന്നെയും സ്നേഹിക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തിനാണ് അസഹിഷ്ണുതയോടെ നമ്മൾ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ചിട്ട് അവൻ ഇന്ന ആളുമായിട്ട് ബന്ധമുണ്ടോ, അവൻ ഇന്ന ചങ്ങാതിയെ കിട്ടിയതിന് ശേഷമാണ് അവൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എന്നൊക്കെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് കമൻറ്റുകളായിട്ട് എഴുതേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഇസ്ലാം മതം എന്ന പേരിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാം മതം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളിൽ അതിൻ്റെ ആഴത്തിലുള്ളൊരു പഠനത്തിന് നമ്മൾ തയ്യാറായാൽ, തികച്ചും നമുക്ക് നിഷ്കളങ്കമായി സത്യസന്ധമായൊരു പഠനം നടത്തിയാലാണ് കേട്ടോ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്ന് പറയുന്നത്, മക്കയിൽ ഖുറൈശി ഗോത്രത്തിൽ ഹാഷിം കുടുംബത്തിൽ അബ്ദുള്ളയുടെ മകനായി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിച്ചു എന്നും അദ്ദേഹം 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് നുബൂവത്ത് അഥവാ പ്രവാചകത്വം ലഭിച്ചു എന്നും, വഹി എന്ന് പറഞ്ഞാൽ ദിവ്യ സന്ദേശം അല്ലെങ്കിൽ ദിവ്യബോധനം, ഒരു മലക്ക്, ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു മലക്ക്, ഒരു മാലാഖ വന്നിട്ട് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശം കൊടുത്തു, അതിനാണ് വഹി കിട്ടിയെന്ന് പറയുക. ആ ഒരു സംഭവം അദ്ദേഹത്തിന് കിട്ടിയെന്നും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ രൂപത്തിൽ അന്ന് നിലവിലുള്ള പല കാര്യങ്ങളെയും അംഗീകരിച്ചു കൊണ്ട് തന്നെ ചിലതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടും ഒക്കെ ഒരു ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്ത് അങ്ങനെ അതിലൂടെ ആ ഒരു ആശയം പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. അതൊന്നും നിഷേധിച്ചു കൊണ്ടല്ല, നമുക്കത് ഉണ്ട് എന്ന സങ്കല്പത്തിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രവാചകൻ, അങ്ങനെ ഒരു ആശയവും അങ്ങനെ ഒരു ഇസ്ലാമിക രാഷ്ട്രവും ഒക്കെ സ്ഥാപിച്ചിട്ട് അങ്ങനെയുണ്ടായ ഒരു ഇസ്ലാം മതമാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ 1400 കൊല്ലത്തിന് മുമ്പ് മനുഷ്യർ ജീവിച്ചിട്ടില്ലേ? അന്ന് അവർക്ക് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം പരിചിതമാണോ? പോകട്ടെ, 2000 കൊല്ലത്തിന് മുമ്പ് അള്ളാഹു എന്ന നാമത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ചരിത്ര ഗവേഷകരോടൊന്ന് ചോദിച്ചു നോക്കുക. ഇവർ അവതരിപ്പിക്കുന്ന തിയറി 6-ാം നൂറ്റാണ്ടിലേത്, അത് അതുപോലെ വിഴുങ്ങുക എന്ന് പറയുന്ന തിയറി ഒരു കാരണവശാലും ഇന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ശൈശവിവാഹത്തിൻ്റെ ഒരു കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ, അത് ഇന്ന് പ്രാക്ടിക്കലാണോ? അടിമ സമ്പ്രദായത്തിൻ്റെ ഒരു കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ, ഇന്ന് പ്രാക്ടിക്കലാണോ? നമുക്ക് ഒരു കാരണവശാലും പ്രാക്ടിക്കലാക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ കഴിഞ്ഞ ദിവസം പോലും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അടിമ സമ്പ്രദായം ഇനി വന്നാൽ അന്നേരം നമ്മൾ എന്ത് ചെയ്യണം എന്നതിന് ഒരു ഗൈഡൻസ് നമുക്ക് വേണമല്ലോ. ആ ഗൈഡൻസിന് വേണ്ടിയാണ് അടിമ സമ്പ്രദായം ഇസ്ലാം നിരോധിക്കാതിരുന്നത്, ഹറാമാക്കാതിരുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് 2025 അങ്ങനെ ചിന്തിക്കുന്ന തരത്തിൽ വിശ്വാസികളുടെ ബുദ്ധിയെ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈ പൗരോഹിത്യവർഗം. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറയുന്നതോ ഇസ്ലാം വിമർശകരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ജബ്ബാർ മാഷോ ലിയാഖത്ത് അലിയോ ആരിഫ് ഹുസൈനോ ജാമിദ ടീച്ചറോ അതുപോലെ ആരുമായിക്കോട്ടെ, അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി കേട്ടോ. ആരും ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നാണല്ലോ, ദീനിൽ ബലാത്കാരം ഇല്ലല്ലോ. ഇതേ തിയറി തന്നെയാണ് അവരും ഫോളോ ചെയ്യുന്നത്. അവർ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു ബലാത്കാരവുമില്ല. ഞാൻ പറയുന്ന കാര്യത്തിലും ലാ ഇക്രാഹ ഫിദ്ദീനാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു ബലാത്കാരവുമില്ല. നിങ്ങൾക്ക് ബുദ്ധി യുക്തിയും ചിന്തിക്കാനുള്ള കഴിവും മനനം ചെയ്യാനുള്ള കഴിവും സത്യവും അസത്യവും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്.
അത് ഇൻബിൽഡഡ് ആണ്. നമ്മൾക്ക് ഇതിൻ്റെ ക്രിയേറ്റർ ഇൻബിൽഡായിട്ട് തന്നിട്ടുള്ളൊരു സംഭവമാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് അത് കുറവുണ്ടാകാം, തീരെ ഇല്ലാതിരിക്കാം, ഒക്കെ ചെയ്യാം. നോർമലി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്ന ആളുകളാണ്, വിവേകമുള്ള ആളുകളാണ്. നമ്മളിത് പഠിച്ചാൽ മാത്രം മതി. ഗ്രന്ഥത്തിലുള്ളത് ഇതാണ്. ബദർ യുദ്ധം ഒരു കൊള്ളയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഗ്രന്ഥങ്ങളിലുള്ളത്. വാള് പ്രഭാഷണങ്ങളിലും മദ്രസയിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചതല്ല ഗ്രന്ഥത്തിലുള്ളത് എന്ന് ഗ്രന്ഥം വായിച്ചാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതുപോലെ ഗ്രന്ഥം വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായതും. ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം അത്ഭുതമാണ് തോന്നിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് അത്രയേറെ ബന്ധം കീപ്പ് ചെയ്യുന്ന, അത്രയേറെ സൗഹൃദം പുലർത്തിയ ഒരുപാട് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ സുഹൃത്തുക്കളായിട്ട് എനിക്കുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അവരെനിക്ക് പറഞ്ഞു തരാതിരുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫാക്റ്റ്. അത് നമ്മൾ സമൂഹത്തോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നമ്മളത് പറയണ്ട, തൽക്കാലം നമുക്കത് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സൂചന തന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. കാരണം എനിക്കത് അന്നേ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ ചതിക്കപ്പെടുന്ന, വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥയോ സിറ്റുവേഷനോ ഇത് കണ്ടിട്ട് അന്താളിച്ച് പോകുന്നൊരു അവസ്ഥ എനിക്ക് ഉണ്ടാകില്ലല്ലോ. കാരണം നേരത്തെ നമുക്കത് അറിയുമായിരുന്നെങ്കിൽ ഇത് തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇത് നേടാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടി സുഖലോലപതി ജീവിക്കാനുള്ള ഒരു സംഭവമാണ് ഈ കുന്ത്രാണ്ടങ്ങൾ മുഴുവൻ എന്ന് നേരത്തെ ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കൃത്യമാണ്. എൻ്റെ വളരെ ചെറിയ കാലഘട്ടം മുതലേ ഇസ്ലാമികപരമായിട്ട് ആ ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് അങ്ങനെ ജീവിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വളർത്തപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയേറെ സ്നേഹിച്ചിരുന്ന ഒരു സംഭവമാണ് ഇസ്ലാം. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ തലങ്ങൾ, അത് രൂപകൽപ്പന ചെയ്യപ്പെട്ടത്, ഈ ഇസ്ലാം എന്ന് പറയുന്ന സംഭവം കെട്ടിപ്പടക്കപ്പെട്ടത്, ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ, പഠിക്കാൻ ശ്രമിച്ചപ്പോൾ, ഇവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ പഠിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ കൊടും ചതികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ എന്നെ അറിയുന്നവരോട്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരോട് അത് പങ്കുവെക്കണം. ഇല്ലെങ്കിൽ ഞാൻ പെട്ടതുപോലെ അവരും ഇത് സത്യമാണെന്ന് കരുതി അങ്ങനെ കാലം കഴിക്കും. അതിൻ്റെ ഇടയിൽ അവർക്ക് ഇത്തരത്തിലുള്ള വല്ല പരീക്ഷണങ്ങളോ പ്രതിസന്ധി ഘട്ടങ്ങളോ ഒക്കെ എനിക്കൊക്കെ സംഭവിച്ചതുപോലെ വരുമ്പോൾ മാത്രമാണ് അവർ ഇത്തരത്തിലുള്ള ചിന്താഗതികളെക്കുറിച്ച് മനനം ചെയ്യാൻ തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാറുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഈ ഒരു തിരിച്ചറിവ്, എൻ്റെ ബോധ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. പക്ഷെ ഞാനിത് പറയുന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും തെറിവിളിക്കുകയും ചെയ്യുന്നത് എത്ര ആലോചിച്ചിട്ടും എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ആയിട്ടുള്ളൊരു വ്യക്തി വളരെ മോശമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അത്രയും ഭൗതികപരമായിട്ട് വിജ്ഞാനം നേടിയിട്ട് പോലും ഈ ഒരു മതത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തനി തറയാകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ മതത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളിലും ഇതാണ് അവസ്ഥ. നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതുമൊന്നുമല്ല, ഗ്രന്ഥങ്ങളിലുള്ളത് വേറെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബീനെ തെറിവിളിക്കാനോ സ്വഹാബത്തിനെ ഇകഴ്ത്തി താത്താനോ അങ്ങനെയൊന്നും നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല. അബ്ദുള്ളയുടെയും ആമിന ബീവിയുടെയും മകനായി ജനിച്ച മുഹമ്മദ് എന്ന് പറയുന്ന ആ നേതാവിനോട്, ആ ഗോത്രീയ ഒരു നേതാവാണ്, ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്ര ഭരണാധികാരിയാണ്, അദ്ദേഹത്തോട് ഏതെങ്കിലും നിലക്ക് വ്യക്തിപരമായ എന്തെങ്കിലും വൈരാഗ്യമോ ഉദ്ദേശ്യമോ ഉണ്ടോ? ഇല്ല. ഈ മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു ഐഡിയോളജി ഉണ്ട്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് ആധുനികരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെല്ലുവിളിയായിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതത്തെ തകർക്കുന്ന പല സംഭവങ്ങളും, പല നിയമങ്ങളും, പല ചിന്താഗതികളും ഉൾക്കൊള്ളുന്നതാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളൊരു ഫാക്റ്റ് മനസ്സിലാക്കുക, എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വിശ്വാസികളൊക്കെ അങ്ങനെയാണ് എന്ന് ഈ പറയുന്ന ആർക്കും അഭിപ്രായമില്ല. അപ്പം ഇസ്ലാമിൽ ഈ പറയുന്ന മ്ലേച്ഛകരമായ പല കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട്
ഈ മതം വിശ്വസിക്കുന്ന പാവം മുസ്ലിങ്ങളായ ആളുകൾ അങ്ങനെയാണെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തണം. നമുക്ക് ആർക്കും അങ്ങനെ അഭിപ്രായമില്ല. മുസ്ലിങ്ങൾ എല്ലാ മതസ്ഥരെയും പോലെ, ഹൈന്ദവർ, ക്രൈസ്തവർ, മതമുള്ളവരില്ലാത്തവർ എല്ലാവരെയും പോലെ തന്നെ മുസ്ലിങ്ങളിലും വളരെ നല്ല വ്യക്തികളാണ് ബഹുഭൂരിഭാഗം ആളുകളും. ഈ ഇസ്ലാമിസ്റ്റുകളായിട്ട് മതം വിറ്റ് ജീവിക്കുന്ന ചില പണ്ഡിതന്മാരൊഴികെ, എല്ലാ പണ്ഡിതന്മാരും അല്ല, ചില പണ്ഡിതന്മാരൊഴികെ ബാക്കി എല്ലാ മുസ്ലിങ്ങളും നല്ല വ്യക്തികളാണ്. സാമൂഹിക രംഗങ്ങളിലും അതുപോലെ തന്നെ സാംസ്കാരിക രംഗങ്ങളിലും അതുപോലെ തന്നെ റിലീഫ് പ്രവർത്തനങ്ങളിലും അങ്ങനെയുള്ള ഏതേത് വിഷയങ്ങളിലും നിങ്ങൾ എടുത്തു നോക്കൂ. മുസ്ലിം നാമധാരികളായ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന എത്രയോ മഹാന്മാരായ വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ കേരളത്തിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ സംഭാവനകൾ നിങ്ങൾ എടുത്തു നോക്കൂ. നമ്മൾ അതൊന്നും നിഷേധിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിനെ ഒന്നും കൊച്ചാക്കി കാണേണ്ടതില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ, മനുഷ്യരെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരൊക്കെയും തന്നെ അത്തരത്തിലുള്ള നന്മകൾ ചെയ്യുന്നത്. ഇത് അവർ മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്തൊരു വിഷയമുണ്ട്. അവർ മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ മതങ്ങളിലുള്ളവരും ചെയ്യുന്നുണ്ട്, മതമില്ലാത്തവരും ചെയ്യുന്നുണ്ട്. നമ്മളിത് വേർതിരിച്ച് മനസ്സിലാക്കിയാൽ മതി. പാവം വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിരപരാധികളാണ്, നിഷ്കളങ്കരാണ്. ഞാൻ അവരെ ഒരു കാരണവശാലും ആരെയും ഞാൻ അവഹേളിക്കുകയോ ആരെയും വില കുറച്ച് കാണുകയോ ബഹുമാനമില്ലാതെ സംസ്കാരമില്ലാത്തവരായി കാണുകയോ അങ്ങനെ ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. പുഴുക്കുത്തുകൾ ഏതൊരു വിഷയത്തിലും ഉള്ളതുപോലെ അത്തരത്തിലുള്ള ആളുകൾ ഈ പറയുന്ന ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുമുണ്ട്. ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ചില പണ്ഡിതന്മാരെടുക്കുന്ന ഒരു അടവുണ്ട്. ആ അടവ് എന്താണെന്നറിയോ? അത് പറയാനും കൂടിയാണ് ഞാനിത് പറഞ്ഞത്. ആ അടവ് ഇത്തരത്തിലുള്ള ഇസ്ലാം വിമർശകരായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ ആക്കി കാണിക്കുന്നതിന് വേണ്ടിയാണ്, വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് സ്പോൺസേഡ് പ്രോഗ്രാമായിട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ ഇസ്ലാം വിമർശകരായിട്ടുള്ള എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇത് ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു. എൻ്റെ വീഡിയോക്കടിയിലും ഇതേ കമൻറ്റുകൾ വന്നു. എന്താണ്? മറ്റുള്ള മതങ്ങളിലുള്ള തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് എനിക്കെതിരെയും ആരോപിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ ബോധ്യതലത്തിൽ ഞാൻ തിരിച്ചറിയാണ് ഇത് തന്നെയല്ലേ മറ്റുള്ളവരുടെ പേരിലും പറഞ്ഞത്. പ്രിയപ്പെട്ട വിശ്വാസികളോട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, നിങ്ങൾ അത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പുകളിൽ വീഴാതെ വസ്തുതയായിട്ട് മനസ്സിലാക്കുക. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. 1400 കൊല്ലം മുമ്പുള്ള ഭൗതിക സാഹചര്യം എന്ന് പറയുന്നത് മനുഷ്യരെ അടിമകളായിട്ട് കാണുകയും അവരെ മനുഷ്യരെ തന്നെ വിൽക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അടിമകളായ സ്ത്രീകളെ അവരുടെ യാതൊരു വിധത്തിലുള്ള വേദനകൾക്കും ഒരു പരിഗണനയും നൽകാതെ പുരുഷൻ തൻ്റെ ലൈംഗിക ദാഹം വൈകൃതമായിട്ട് തന്നെ തീർക്കുന്ന ഒരു ഉപകരണമായിക്കൊണ്ട് മ്ലേച്ഛകരമായ രൂപത്തിൽ പെരുമാറുന്ന ഒരവസ്ഥയൊക്കെയാണ് അന്നുണ്ടായിരുന്നത്. അന്ന് ഹലാലായി കണ്ടിരുന്ന ഇത്തരം മ്ലേച്ഛകരമായ ഒരവസ്ഥകളെ ഹലാലായി കണ്ടിരുന്ന ഒരു മതമാണ് ഈ പറയുന്ന ഇസ്ലാം. ഇന്ന് 2025 ഒരു കാരണവശാലും അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായും ഈ ഇസ്ലാമിലുണ്ട്. അതൊരു ഫാക്റ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ തള്ളിക്കളയുക. അതിനു പകരം പുതിയ തരത്തിലുള്ള ധാർമ്മിക സദാചാര ബോധം നമ്മൾ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിൽ. നിങ്ങൾ ദൈവത്തെ നിഷേധിക്കണം, മതം ഉപേക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് ഇവിടെ ആരും കൊടി പിടിച്ച് ഇറങ്ങുന്നില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. നിങ്ങൾക്കിത് തെറ്റാണ് എന്ന് തോന്നുന്നു, ഇത് പരിപൂർണമായി ഉപേക്ഷിക്കണമെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്കിത് പരിപൂർണമായി ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല, നിങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ ആശ്വാസവും ശാന്തിയും സമാധാനവും ഒക്കെ ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് മുറുകെ പിടിച്ച് ജീവിച്ചോളൂ. ആത്യന്തികമായി നമ്മുടെ കൺമുമ്പിൽ നമ്മളിന്ന് ലൈവായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന തരത്തിൽ ആണെങ്കിൽ മാത്രമാണ്
ഈ രണ്ട് ചിന്താഗതികൾക്കും പ്രസക്തിയുള്ളൂ. ദൈവവിശ്വാസവും ദൈവനിഷേധവും ഇന്ന് നമ്മുടെ കൺമുമ്പിലുള്ള ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച് തീർക്കുന്ന ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിൽ ആശ്വാസം നൽകുന്നതാണെങ്കിൽ അത് നമുക്ക് ഫോളോ ചെയ്യാം, അതിനെ നമുക്ക് ഉപേക്ഷിക്കാം, ഇതൊക്കെയുമാകാം. ആത്യന്തികമായി ഒരു മനുഷ്യൻ നല്ല വ്യക്തിയാകാനാണ് ഈ രണ്ട് ചിന്താഗതികളും ഉപകരിക്കേണ്ടത്. ഒരാൾക്ക് തൗഹീദുണ്ട്, ഒരാൾ മുസ്ലിമാണ്, ഒരാൾ ഹൈന്ദവനാണ്, ഒരാൾ ക്രൈസ്തവനാണ്, ഒരാൾ ഇസ്ലാമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ ഏതെങ്കിലും ആശയക്കാരനാണ്, വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനാണ് എന്നുള്ളത് എന്തിനാണ് ഉപകരിക്കേണ്ടത്? ആ വ്യക്തിയെ നന്നാക്കാനാണ്. ആ വ്യക്തിയുടെ നന്മ വഴി സമൂഹം നന്നാവാനാണ്, രാജ്യം നന്നാകാനാണ്, ലോകം നന്നാകാനാണ് ഉപകരിക്കേണ്ടത്. അല്ലേ പ്രിയപ്പെട്ടവരെ? ഇതിനൊന്നും കഴിയാത്തൊരു സംഗതിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ നന്നാവാൻ ഇത് ഉപയോഗിക്കുന്നില്ല, ഉപകാരപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മാറാപ്പും പേറി നടക്കുന്നത്? അത്തരം ചിന്താഗതികൾ ഉപേക്ഷിക്കുക. അത് ഏത് ചിന്താഗതികളാണെങ്കിലും നമ്മളെന്ന വ്യക്തിയെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനും നാട്ടിനും നാട്ടുകാർക്കും രാജ്യത്തിനും ലോകത്തിനുമൊക്കെ നന്മ നമ്മളിൽ നിന്ന് കിട്ടുന്നൊരവസ്ഥ, നല്ല വ്യക്തിയായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്ന് മാത്രമാണ് ദൈവവിശ്വാസം. അതില്ലെങ്കിൽ പിന്നെ ആ മാറാപ്പും പേറി നടക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞത് കേവലമായ മതഭ്രാന്തിൻ്റെ പുറത്തല്ല ഓരോ വിഷയങ്ങളെയും നമ്മൾ കേൾക്കുകയും മനനം ചെയ്യുകയും ചെയ്യേണ്ടത് എന്ന് പറയാനാണ്. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ബദർ യുദ്ധത്തിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഞാൻ ഉദ്ധരിച്ച ഗ്രന്ഥം ഏതാണെന്നുള്ളത്. പക്ഷേ എന്നിട്ടും പലരും അത് ചോദിക്കുകയുണ്ടായി, ആ ഗ്രന്ഥം ഏതാണെന്ന്. ഗ്രന്ഥം ഇതാണ്. ഒരു കാലഘട്ടത്തിൽ ഇതിൽ എന്താ പറയുക, മുസ്ലിങ്ങൾ ചരിത്രം ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ട് എടുത്തിരുന്നത് ഈ ഗ്രന്ഥത്തിൽ നിന്നാണ്. ഇപ്പോൾ ഇതിനേക്കാൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പല ഗ്രന്ഥങ്ങളും വന്നിട്ടുണ്ട്. ചെറിയ ഗ്രന്ഥങ്ങൾ, സിമ്പിളായിട്ട് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു മൂലഗ്രന്ഥമായിട്ട് ഉപയോഗിച്ച ഒരുപാട് പണ്ഡിതന്മാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം, ഈ ബുക്കിനെ അവഹേളിച്ച് തള്ളിക്കളയുന്ന കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ. ഈ ബുക്ക് ആരാണ് ഈ ഗ്രന്ഥം രചിക്കാൻ നേതൃത്വം കൊടുത്തത് എന്നവരുടെ പേര് വിവരം മാത്രം പറയുന്നു. ഇതിൻ്റെ ചീഫ് എഡിറ്റർ പ്രൊഫസർ ടി അബ്ദുൽ അസീസ്, ജനറൽ എഡിറ്റർ MI തങ്ങൾ, എഡിറ്റർ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, കൺസൾട്ടിംഗ് പ്രൊഫസർ P മുഹമ്മദ് കുട്ടശ്ശേരി, KK മുഹമ്മദ് അബ്ദുൽ കരീം, പ്രൊഫസർ T അബ്ദുള്ള, ഡോക്ടർ EK അഹമ്മദ് കുട്ടി. ഇനി ലേഖകർ പ്രൊഫസർ T അബ്ദുൽ അസീസ്, പ്രൊഫസർ P മുഹമ്മദ് കുട്ടശ്ശേരി, പ്രൊഫസർ AP അബ്ദുറഹ്മാൻ, ഡോക്ടർ PP അബ്ദുൽ ഹക്ക്, PP അബ്ദുൽ ഗഫൂർ മൗലവി, ഡോക്ടർ V കുഞ്ഞാലി, അബ്ദുൽ ജബ്ബാർ തൃപ്പനച്ചി, ഡോക്ടർ PK അബ്ദുൾ റസാഖ് സുല്ലമി. ഇവരൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന മതപണ്ഡിതന്മാരാണ്. വളരെ റെസ്പെക്റ്റോടുകൂടി കാണുന്ന പണ്ഡിതന്മാരാണ്. ഇതിൽ ചില ആളുകൾ മരണപ്പെട്ടു പോയി. അവർ മരണപ്പെടുന്നത് വരെ ഇവരെ ആരെയും യാതൊരു തരത്തിലുള്ള പണ്ഡിതന്മാരല്ലാന്നോ അല്ലെങ്കിൽ അവർ വിജ്ഞാനമില്ലാത്തവരാണെന്നോ എന്നൊന്നും കരുതിയൊരവസ്ഥയിലല്ല അവരാരും മരണപ്പെട്ടു പോയത്. ഇത് ഇന്നും നമ്മുടെ കേരളത്തിൽ മുജാഹിദ് വീടുകളിൽ അല്ലെങ്കിൽ മുസ്ലിം വീടുകളിൽ ഷെൽഫിനകത്ത് ഭദ്രമായിരിപ്പുണ്ട്. ഇതെടുത്തൊന്ന് മറച്ച് നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യം ശരിയാണോ നോക്കിയാൽ മതി. ഇത്രയും കാലഘട്ടം ഇതൊരു ഔദ്യോഗികമായിട്ട് ഒരു എവിഡൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് ഈ ഗ്രന്ഥത്തിന് വിലയില്ലാണ്ടായി. എന്താ കാരണം? ഇതിൽ ഇന്നതാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ പറയാൻ തുടങ്ങി. അപ്പം വേവലാതി വന്നപ്പോൾ ഈ ഗ്രന്ഥത്തിന് വാല്യൂ ഘടിപ്പിക്കാത്ത ഇതേപോലെ ഇനി പലതും തള്ളാൻ പോകുന്നതേ ഉള്ളൂ. പല കാര്യങ്ങളും ഇതുപോലെ വിമർശിക്കുമ്പോൾ ആ ഗ്രന്ഥങ്ങളെ തള്ളുകയല്ലാതെ വേറൊരു വഴി ഉണ്ടാവില്ല. അങ്ങനെ തള്ളി അവസാനം നിങ്ങൾ എന്തൊക്കെ തള്ളുമെന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചിന്തിക്കാനും പഠിക്കാനും മനനം ചെയ്യാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുമൊക്കെ എല്ലാവരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.